ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഇപ്പോൾ ഓടുമായിരിക്കും, നരച്ച മുടിയെ കറുപ്പിക്കുന്ന ഓടണ്ട. ഇതുവരെ ഉള്ള റിസൾട്ടിലും അതിനും മേൽ റിസൾട്ട് കിട്ടുന്ന അടിപൊളിയാണ്. കാരണം ഉണ്ട്. ഇന്നലെ വീട്ടിൽ പോയി പണാവളി പോയപ്പോൾ എൻ്റെ കൂട്ടുകാർ 2-3 പേരുണ്ട്. അപ്പോൾ അവൾ നല്ല നല്ല വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയിട്ട് എന്നോട് പറയടി, നീ ഇത് ചെയ്തു, ഉറപ്പാണ് നിനക്ക് പിന്നെ മറ്റുള്ളവർ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അങ്ങനെ ഒരു അടിപൊളി നരച്ച മുടിയെ കറുപ്പിക്കാനുള്ള ഒരു റിസൾട്ട് കിട്ടിയ കാര്യമാണ്. അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും എവിടെയോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വൈറൽ വന്ന ഒരു വീഡിയോ. അവൾ അത് എടുത്ത് ചെയ്ത്, അവൾ എപ്പോഴും നാച്ചുറൽ ഡൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ഏതിനാ ഏറ്റവും പ്രയോജനം എന്ന് വെച്ചാൽ അത് എന്നോട് പറയാറുണ്ട്. അപ്പൊ ഇത് ഇത്രയും വർഷം ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡൈ ആണെന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. അത് ഈ കണ്ടിട്ട് ചെയ്ത് നോക്കിയത് ഈ ഇടയ്ക്കെങ്ങാണ്ടായിരുന്നു എന്നോട് പറഞ്ഞത്. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയ കാര്യം എന്നോട് പറഞ്ഞതാണ്. നീ കണ്ടന്റ് ഇത് നീ ഇട്ടോ, നിനക്ക് 100% ഉറപ്പാ. ഇന്ന് തന്നെ ചെയ്ത് നാളെ തന്നെ ആൾക്കാർ കമന്റ് വിടും. അവള് വീഡിയോ കാണുന്നതുകൊണ്ട് എന്റെ കമന്റ് ഒക്കെ നോക്കുമല്ലോ. അപ്പം 100% ഉറപ്പാണ്. പറഞ്ഞിരിക്കുന്ന പോലൊക്കെ ചെയ്യണം, പറഞ്ഞ കമ്പനിയുടെ മേടിക്കണം എന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്തായിരിക്കും ആ ഡൈയുടെ കാര്യങ്ങൾ, അതിൽ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഇന്നത്തെ വീഡിയോ നോക്കുക. അതുകൂടാതെ പാചകം കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം എപ്പോഴും ഉള്ള പോലെ വെറുതെ ഷൂ എന്നും പറഞ്ഞ് ഓരോരുത്തരും വീഡിയോ ഇടുന്ന പോലെ നരച്ചടയുടെ ഇതൊക്കെ ഉടായ്പ എന്നും പറഞ്ഞ് ഓടരുത്. നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം. 100% ഗ്യാരണ്ടിയാണ്, 100% ഉറപ്പാണ്. എന്നെ ആരും ചീത്ത വിളിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇത് ചെയ്താൽ റിസൾട്ട് ഉറപ്പ്. അപ്പം വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇന്ന് രാവിലെ തന്നെ ഞാൻ പേറുമാറാത്ത കുട്ടകത്തിനെ മാറ്റി വെച്ചിട്ട് ഇന്ന് പുട്ടുകുറ്റിയിലാണ് പുട്ടുണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഏത്തപ്പഴം ഇതാ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ. നമുക്കിതൊക്കെ അല്ലേ ഉള്ളൂ ജോലികളല്ലേ. കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായി ഒരുങ്ങി എങ്ങോട്ടാണ് കയറുന്നത്? നമ്മുടെ അടുക്കളയിലോട്ട്, അല്ലാണ്ട് എങ്ങോട്ടാ അല്ലേ. അപ്പം ഇതാ കട്ടൻ ചായ ഒക്കെ ഇടുവാണേ. രാവിലെ 7 മണിയാകുമ്പോൾ ചായ കുടിക്കുമല്ലോ, പാൽ ചായ. ഇത് കട്ടൻ ചായ. ആഹാരം കഴിക്കുമ്പോൾ കട്ടൻ ചായ. ഞാനല്ല, ചേട്ടനാട്ടോ. ഞാൻ വെറും തിളച്ച വെള്ളം കുടിക്കത്തുള്ളൂ വല്ലതും കഴിക്കുമ്പോൾ. പിന്നെ ഇന്ന് നമ്മുടെ കുഞ്ഞ് ചെമ്മീനുണ്ടല്ലോ. അപ്പം പിന്നെ പുട്ടായിരുന്നു കേട്ടോ. പുട്ടും പഴവും. ഇന്ന് പപ്പടവും ഇല്ല, ചെറുപയറില്ല, ഒന്നുമില്ല. അങ്ങനെ കൊള്ളത്തില്ലല്ലോ. പഴം കുറേ ഇരിക്കുന്നു, അതൊക്കെ തീർക്കണ്ടേ. ചുമ്മാ അങ്ങോട്ട് ചെറുപയറും ഒക്കെ എടുത്ത് വേണ്ട. ചേട്ടൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞ കാര്യം കേട്ടോ, ഞാനല്ല. ചേട്ടൻ പറഞ്ഞില്ലെങ്കിൽ ഒരു രക്ഷയില്ല. എനിക്ക് ചെറുപയറും എടുക്കണം, കടല എടുക്കണം, എല്ലാം എടുക്കേണ്ടി വരും അല്ലേ. അതുകൊണ്ട് ചേട്ടൻ ഇങ്ങോട്ട് വന്ന് ഇതൊന്നും വേണ്ട, പഴം എടുത്താൽ മതി, ഇഷ്ടംമാതിരി പഴം ഉണ്ടല്ലോ എന്ന് ഞാനല്ല പറഞ്ഞ ചേട്ടൻ. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ നോക്കുവാണ്. ചോറായി. ഇന്ന് മോന് ലാബ് എക്സാം ഉണ്ട്, അവന് ഉച്ചയ്ക്ക് പോയാൽ മതി. പിന്നെ എന്താ നമ്മുടെ മാങ്ങാല പുളി ഇന്നലെ പണാവളിന്ന് വന്നപ്പോൾ മേടിച്ചില്ലേ, ആ പുളിയൻ മാങ്ങയാണിത്. പച്ചമുളകും എല്ലാം അങ്ങോട്ട് അരിഞ്ഞിട്ടു. പിന്നെ നമ്മുടെ കുഞ്ഞൻ ചെമ്മീനില്ലേ, അവൻ നമുക്ക് കഥയൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ഒന്ന് പൊളിച്ചെടുക്കണം. പിന്നെ അടിപൊളി ഒരു ഹെയർ നരയുടെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പണാവളി ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് എനിക്ക് തന്നതാണ്. എനിക്ക് വേണ്ടിയിട്ട് കണ്ടന്റ് നോക്കി വെക്കും കേട്ടോ, അത്ര സ്നേഹമാണ് എന്നോട്. അപ്പൊ അവള് ചെയ്ത കാര്യമാണ്. അത് ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തോ, വീഡിയോ ചെയ്തോ എന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരും. പിന്നെ ഇനി അത് റെഡിയാക്കിയിട്ട് ചേട്ടനെ നിർത്തിക്കും. അങ്ങനെയൊക്കെയാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ. ഒരു ചേട്ടൻ ആദ്യമായിട്ട് കെമിക്കൽ ഉപയോഗിച്ച് പോയി. പക്ഷേ ഈ ആണുങ്ങൾക്കൊന്നും 2 പ്രാവശ്യമൊക്കെ ചെയ്യാനൊക്കെ മടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചേട്ടൻ എന്നോട് എനിക്ക് കെമിക്കലാണ്, എന്താണെങ്കിലും മതിയെന്നും പറഞ്ഞാണ് അന്ന് തേച്ചത് കേട്ടോ. അപ്പം നമുക്കിനി പോയേക്കാം നമ്മുടെ കാര്യങ്ങളിലോട്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കയ്പെല്ലാം കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് പറഞ്ഞാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കൊഴുവയും കൂടെ വറക്കാനിരിപ്പണ്ടേ. അപ്പം നമുക്ക് അവനെ അങ്ങോട്ട് വറുത്തേക്കാം. വറക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെമ്മീൻ ഇരിക്കുന്ന ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അതിനുള്ള മാങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മെഴുക്കുവരട്ടിക്കുള്ളത്. ഇത് മെഴുക്കുവരട്ടിയുടെയാണ്, മനസ്സിലായല്ലോ. അതാണ് ആ മെഴുക്കുവരട്ടി. അതിനകത്ത് നമ്മൾ എല്ലാം ആക്കി വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ഓണാക്കി വെച്ചേക്കാം. ഓക്കെ, ഓണാക്കി വെച്ച് ഇപ്പം പപ്പടം കച്ചേൻ്റെ
ചെമ്മീനുള്ള നമ്മുടെ കുഞ്ഞിക്ക ചെമ്മീനെ ഇതാ കുറച്ചെടുത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതാ നമ്മുടെ മാങ്ങയും തേങ്ങയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചുമന്നുള്ളി എല്ലാം കൂടെ അരച്ച് അരപ്പും എല്ലാം കൂടി തിളക്കി ആവശ്യത്തിന് ഉപ്പും കരിവേപ്പിലൊക്കെ ഇട്ട് വെക്കട്ടെ. നമ്മുടെ ചെമ്മീൻ അങ്ങനെ വെട്ടിത്തിളച്ച് മറിയുവാണ് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറിനാൻ. പിന്നെ നമ്മുടെ പതുക്കെ പറഞ്ഞ മെഴുക്കുരട്ടി കപ്പളങ്ങ മെഴുക്കുരട്ടി കേട്ടോ. അപ്പം അതുമൊക്കെ ഓക്കെ ആയി. അപ്പം എൻ്റെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ ഒരു നരച്ച മുടിയെ കറുപ്പിക്കാനുള്ള ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. കാരണം എന്നാന്ന് വെച്ചാൽ പല നരച്ച മുടിയെ കറുപ്പിക്കുന്നതും ഭയങ്കര താമസം ആയിട്ടൊക്കെയല്ലേ എല്ലാം ശരിയായി വരുന്നത്. പക്ഷേ ഇത് ഇന്നലെ ഞാൻ വീട്ടിൽ പോയല്ലോ, പാണാവള്ളി പോയല്ലോ, അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവളുടെ തലയിൽ ചെയ്ത അതാണെങ്കിൽ അവളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമാതിരി എന്തെങ്കിലും കണ്ടന്റ് കറക്റ്റായിട്ടുള്ളത് എനിക്ക് റെഡിയാക്കി തരും. ആ പുള്ളിക്കാരി ഉപയോഗിച്ച കാര്യങ്ങൾ എല്ലാം റെഡിയാക്കി ഉറപ്പാണെന്നുണ്ടെങ്കിൽ മാത്രം എന്നോട് പറയും. പാവമാണ്, നല്ല സ്നേഹം കേട്ടോ. അപ്പം എന്നോട് പറയും, എടി നിനക്ക് ഇത് വീഡിയോ ഇട്, ഇത് സൂപ്പറാണ്, ശരിക്കും ഇത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് പ്രയോജനം കിട്ടും. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും യഥാർത്ഥത്തിൽ ലൈവ് അവൾക്ക് ശരിക്കും പറഞ്ഞാൽ ഉപകാരം കിട്ടിയതാണ്. ഇത് 3 ദിവസം അടുപ്പിച്ച് ചെയ്യണം. ചിലവർക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ കിട്ടും കേട്ടോ, മിക്കവർക്കും കിട്ടും. പിന്നെ 3 ദിവസം അടുപ്പിച്ച് ചെയ്യണമെന്ന് അവൾ പറഞ്ഞത്. അവൾ 3 ദിവസം അടുപ്പിച്ച് ചെയ്തു. അപ്പം നല്ല നരച്ച മുടിയൊക്കെ നല്ല ബ്ലാക്ക് കളറാക്കി തന്നെ കിട്ടിയെന്ന് പറയും. അപ്പോൾ അതെന്നാന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് വേണ്ടിയത് മൈലാഞ്ചിപ്പൊടി. അത് നല്ല കമ്പനിയുടെ വേണം. അവൾ ഓൺലൈൻ വഴി വരുത്തിച്ച. ഇത് എവിടെ കണ്ടതാണെന്നറിയാവോ? ഫേസ്ബുക്കിലും യൂട്യൂബിലും വൈറലായ ഒരു ഇതായിരുന്നു, എന്താ ഒരു ഡൈ ആയിരുന്നു. അപ്പം ഇവളെല്ലാം നാച്ചുറലാണ് ചെയ്യുന്നത്. അപ്പം അവൾ ഓർത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലായിടത്തും വൈറലായതാണല്ലോ, വലിയ താമസമില്ല, ഈ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടായിരുന്നു എന്നാ പറഞ്ഞേ. അപ്പോൾ അത് ഉപയോഗിച്ച് എന്താണേലും നോക്കിയാ ഞാൻ ചെല്ലുന്നൊന്നും പറഞ്ഞാലേ. അപ്പം ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് എനിക്കാണെങ്കിലും പറഞ്ഞു തരാമല്ലോ, ഈ വീഡിയോ ഇടാമല്ലോ. അങ്ങനെയുള്ള ഇതിലാട്ടോ അവൾ ചെയ്ത് നോക്കിയത്. അപ്പം പല ഇതും അവൾ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷെങ്കിൽ വലിയ ഗുണമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ കുറേ വീഡിയോസ് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് ചുമന്നിരുന്നു. ബ്ലാക്ക് 3-4 ദിവസം കഴിയണമായിരിക്കും, അതിന് ക്ഷമ കിട്ടില്ല. പിന്നെ ഇത് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഇതിന് ശരിക്കും എന്നൊക്കെ വേണമെന്നറിയാവോ? മൈലാഞ്ചിപ്പൊടി, നീലയമരിപ്പൊടി, നെല്ലിക്കാപ്പൊടി. ഇത് ഓൺലൈനിലാണ് അവൾ വരുത്തിച്ചത്. അതിനകത്ത് ഓൺലൈനിലാണ് അവർ വരുത്തിച്ചത്. ഗ്രീൻ മാർക്കിൻ്റെ കമ്പനിയുടെ തന്നെ വേണം കേട്ടോ, അത് തന്നെ വേണം. ഓൺലൈൻ വഴി വരുത്തിച്ച നമ്മുടെ ഇവിടെയും കാണുമായിരിക്കും. അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ മാർക്കിൻ്റെ ഇവിടെ ചോദിച്ചാൽ മതി. ഈ പച്ചമരുന്ന് കടകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് ചോദിക്കാം നിങ്ങൾ. എന്നിട്ട് അന്വേഷിച്ചിട്ട് ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടി എപ്പോഴും നമ്മൾ നേരത്തെ ഷാമ്പു ഒക്കെ ഇട്ട് കഴുകി മിടുക്കുകളായിട്ട് വെക്കണമല്ലോ, ഏത് ഡൈ ഉപയോഗിക്കുമ്പോഴും. അന്നേരം ആദ്യം നമ്മൾ ഒരു ബൗൾ എടുക്കുക. ബൗൾ എടുത്തിട്ട് മൈലാഞ്ചിപ്പൊടി നമുക്ക് എത്രയാണോ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അവള് എനിക്ക് കണക്ക് പറഞ്ഞത് അവൾ 5 സ്പൂണോ 4 സ്പൂണോ എങ്ങാണ്ട് എടുത്തു. 4 സ്പൂണെന്ന് നിങ്ങൾ കൂട്ടുക. 4 സ്പൂൺ എടുക്കുക. ഒരു 3/4 സ്പൂണ് നെല്ലിക്കാപ്പൊടിയും കൂടെ അതിനകത്തോട്ട് ചേർക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കുക. എന്ന് പറഞ്ഞാൽ ചുമ്മാ സ്പൂൺ വിട്ട് ഇളക്കുക. എന്നിട്ട് ഒരു മുറി നാരങ്ങയുടെ നീര് മൊത്തം പിഴിഞ്ഞൊഴിക്കണ്ട, ഒരുവിധം കുറച്ച് ഒഴിക്കുക ഇതിനകത്തോട്ട്. ഒഴിച്ചിട്ട് അപ്പൊ എന്തൊക്കെയാ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് ഉപകാരമുള്ള കാര്യം കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ബൗൾ എടുത്തിട്ട് മൈലാഞ്ചിപ്പൊടി 4 സ്പൂണ്, 4 അല്ലെങ്കിൽ 5 സ്പൂൺ എടുക്കുന്നെങ്കിൽ നിങ്ങൾ നെല്ലിക്കാപ്പൊടി 3/4 കുറച്ചും കൂടെ എടുക്കണം. അതും കൂടി ഇടുക. രണ്ടും ഇട്ടു. നാരങ്ങ, ചെറുനാരങ്ങയുടെ ഒരു പകുതി കുറച്ച് പിഴിഞ്ഞൊഴിക്കുക. അതായത് പൊടി കൂടുന്തോറും നാരങ്ങ നീര് കുറച്ചേറെ വേണം കേട്ടോ. ഇത് ഇത്ര ഉള്ളതുകൊണ്ട് ഒരു മുറിയുടെ പകുതി കുറച്ചങ്ങ് ഒഴിക്കുക. കുറച്ചൊഴിച്ച് നിർത്തുക. എന്നിട്ട് അത് സ്പൂൺ വെച്ചൊന്ന് ഇളക്കിയിട്ട് കട്ടൻ ചായ നേരത്തെ തിളപ്പിച്ച് ചെറിയ ചൂടോടുകൂടി വെച്ചേക്കണം. നല്ലതായിട്ട് ഒരു 2 സ്പൂണ് നിറച്ചിട്ട് തേയിലവെള്ളം നല്ല കട്ടിയില് ഒരു ഗ്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു 3/4 ഗ്ലാസ് ആക്കി പറ്റിച്ചിട്ട് ആ അരിച്ചങ്ങ് മാറ്റി നേരത്തെ വെച്ചേക്കണം. അതിന്റെ ചൂടാറിയെങ്കിൽ ചെറിയ ചൂടാക്കിയേക്കണം. ആ ചെറിയ ചൂടോടുകൂടി വേണം ഇത് മിക്സ് ആക്കാൻ. അത്രയും പിടി കിട്ടിയോ ഇല്ലയോ? ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്ന പ്രയോജനമുള്ള കാര്യം അതാണ്. ഞാൻ ഇത്രയും നല്ല ഇതായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്ന. ബൗൾ എടുക്കുന്നു,
മൈലാഞ്ചിപ്പൊടി ഒരു 4 സ്പൂൺ എടുക്കുന്നെങ്കിൽ നെല്ലിക്കാപ്പൊടി ഒരു 3/4 സ്പൂൺ ഇടുന്നു. ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിന്റെ കുറച്ച് നീര് ഒഴിക്കുന്നു. കട്ടൻ ചായ നല്ലതായിട്ട് കുറുക്കി നന്നായിട്ട് ഇച്ചിരി പൊടിയിട്ട് തിളപ്പിച്ച് വെച്ചേക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് തിളപ്പിച്ചെങ്കിൽ ഒരു 3/4 ഗ്ലാസ് ആകുന്ന രീതി മാറ്റി വെക്കുക. ചെറിയ ചൂടോടുകൂടി ഇത് മിക്സ് ആക്കുക. അത്രയും മനസ്സിലായല്ലോ? ആയില്ലെങ്കിൽ പറയണം. ഇത് നല്ല യൂസ്ഫുൾ ആയ കാര്യമാണ്. ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ്. നല്ല കറുത്ത മുടിയായിട്ടിരിപ്പുണ്ട്. അതിന് മുമ്പ് അവളുടെ തലയൊക്കെ കണ്ട എനിക്കറിയാവുന്ന കാര്യം. അതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അല്ലാണ്ട് അറിയാൻ മേലാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പറയാൻ പറ്റത്തില്ല. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്, ചെയ്തിട്ടുള്ള റിസൾട്ടാണ്. എനിക്ക് കണ്ടന്റ് നോക്കി വെച്ചേക്കുമായിരുന്നു പാവം. എന്നിട്ട് ഇത്രയാക്കി കുഴച്ച് വെച്ചല്ലോ. ഇച്ചിരി നല്ലതായിട്ട് പിടിക്കുന്ന രീതി വേണേ. കുഴച്ച് വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഇരുന്നാൽ മതി കുഴച്ച് വെച്ചത്. എന്നിട്ട് നമ്മുടെ തലയുണ്ടല്ലോ, കഴുകി നേരത്തെ എല്ലാം വെച്ചേക്കുവാണല്ലോ ഉണക്കി ഷാമ്പൂ ഒക്കെ ഇട്ട്, ഒരു ചെറിയ ഈർപ്പത്തോടു കൂടി ഒന്നിങ്ങനെ നനച്ചു കൊടുക്കണേ. ഒന്നിങ്ങനെ ചെറുതായിട്ട്, നമ്മൾ ഭയങ്കരമായിട്ടല്ല, ഒന്ന് ചെറുതായിട്ട് നനച്ചിട്ട് ഈ മിശ്രിതം തലയെ മുഴുവൻ തേച്ച് പിടിപ്പിക്കുക. നരയുടെ അവിടെ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് നരയ്ക്ക് മാത്രം തേച്ചാലും മതി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതല്ല ഫുൾ നരയുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുക. പിടിപ്പിച്ചിട്ട് ഒരു ചീപ്പ് വെച്ച് നന്നായിട്ട് ഇങ്ങനെ പിടിച്ചെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചീക്കി കൊടുക്കണം. ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ച് ഇങ്ങനെ നന്നായിട്ട് എവിടേക്കാന്ന് വെച്ചാൽ ചീകി കൊടുക്കുക. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യുക. അപ്പൊ കാണുമ്പോൾ അറിയാം നല്ലതായിട്ട് ഉണങ്ങിയിരിക്കുന്നത്. എന്നിട്ട് ഒരു വീര്യം കുറഞ്ഞ ഷാമ്പു വെച്ച് കഴുകിക്കളയുക. കഴുകിക്കളയുമ്പോൾ നല്ല ചെമ്പൻ കളറിൽ നിങ്ങളുടെ മുടി നരച്ചതിരിക്കുന്നതാണ്. ഇത്രയും മനസ്സിലായല്ലോ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇരിക്കുന്നുണ്ട്, പെട്ടെന്ന് ഉടനെ തന്നെ ചെയ്യാവുന്ന, ഉണങ്ങണമെന്നൊന്നുമില്ല. എന്നാലും കുറച്ച് ഉണങ്ങിക്കോട്ടെ തലമുടി, അന്ന് തന്നെ ചെയ്യാം. ഒരു കുറച്ചുണക്കായി കഴിയുമ്പോഴത്തേക്കും വീണ്ടും നിങ്ങൾ ഒന്ന് നനച്ചിങ്ങനെ കൊടുക്കണേ തലയെ. ചെറിയ ഈർപ്പം, ഭയങ്കരമായിട്ട് ഉണങ്ങുമൊന്നും വേണ്ട മുടി കേട്ടോ. പിന്നെ ഷാമ്പു ഒന്നും ഇട്ട് വീണ്ടും ഒന്നും ചെയ്യുമൊന്നും വേണ്ട. ഈ തല കഴുകിയത് കൊണ്ട് ഒന്നുണങ്ങിയിട്ട് ചെറിയ ഈർപ്പം തലയെ കാണാം. എന്നിട്ട് നമ്മുടെ നീലമരി നിങ്ങൾക്ക് എത്രയും വേണോ അത്രയും എടുത്തിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ വേണേ, അല്ലാണ്ട് പച്ചവെള്ളത്തിൽ നീലമരി ഒരിക്കലും ചെയ്യരുതെന്നാ പറഞ്ഞേക്കുന്നവള്. ചെറിയ ചൂടോടുകൂടി നീലമരിയെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് പറ്റുന്ന രീതിയിൽ തേച്ചാ ഇരിക്കുന്ന രീതിയിൽ, വെള്ളം പോലെ ആയി പോരുത്, ഭയങ്കര കുറുക്കും ഇതാകരുത്. ഒരുവിധം നന്നായിട്ട് ഇരിക്കുന്ന രീതിയിൽ നല്ലതായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് നിങ്ങൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചേ. അപ്പം നിങ്ങളുടെ മുടിയെ നോക്കുമ്പോൾ കാണാം ഒരു ഭാഗം വയലറ്റ് കളറോ ഒരു ഭാഗം പച്ച കളർ, ഇങ്ങനെ നല്ല ഭംഗിയിലിരിക്കുന്ന കാണാം ഉണങ്ങിക്കഴിയുമ്പം. എന്നിട്ട് നിങ്ങൾ വെറും വെള്ളത്തില് കഴുകിക്കളയുക. 1 മണിക്കൂർ ഇരിക്കണേ, 1 മണിക്കൂർ ഇരുന്നിട്ട് നല്ലതായിട്ട് അപ്പൊ തന്നെ തലയിലൊക്കെ ഇങ്ങനെ പിടിച്ചേക്കുന്നതാണ്. എന്നിട്ട് ഉണങ്ങിയിരിക്കുന്നതാണ്. 1 മണിക്കൂർ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് വെറും വെള്ളത്തിൽ കഴുകിക്കളയുക. ചൂടുവെള്ളം വേണ്ട, ഒന്നും വേണ്ട, സാധാരണ നിങ്ങൾ എങ്ങനെ കുളിക്കുന്ന പച്ചവെള്ളത്തിലല്ലേ അങ്ങനെ അങ്ങ് കഴുകിക്കളയുന്നു. നിങ്ങളുടെ മുടി കറുത്തിരിക്കും എന്നുള്ളത് 100% ഉറപ്പാ. അഥവാ ചെറിയ രീതിയിൽ ഒരു കറുപ്പും കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പിറ്റേ ദിവസവും ഇതുപോലെ ആവർത്തിക്കുക. അതിന്റെ പിറ്റേ ദിവസം ഇതുപോലെ 3 ദിവസം ഒന്ന് നിങ്ങൾ മെനക്കെടണം കേട്ടോ. ചെയ്ത് കഴിയുമ്പോൾ ഫുൾ ഗ്യാരണ്ടി, ഫുൾ കറുത്തിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണെന്നുള്ള റിസൾട്ട് കണ്ട കാര്യമാണ്, പറഞ്ഞ കാര്യമാണ്. അവൾ സത്യമായിട്ടേ പറയത്തുള്ളൂ, അതെനിക്കറിയാം. എന്നോട് പറഞ്ഞു ഇനി അടുത്ത മാസം, ഞാൻ എല്ലാ മാസം അവിടെ ചെല്ലുമല്ലോ, അപ്പൊ അടുത്ത മാസം ചെല്ലുമ്പോൾ ഇത് കണ്ടന്റ് ഇത് നീ ഇന്ന് തന്നെ, നാളെ തന്നെ, ഇന്നലെ അല്ല ഞാൻ പോയത്, ഇന്ന് തന്നെ ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. അവർ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കമന്റ് വരുമല്ലോ, അത് പൂർണ്ണമായിട്ട് എല്ലാവർക്കും തൃപ്തിയാവുന്ന രീതിയായിരിക്കും. അതുകൊണ്ട് കഴിഞ്ഞു കഴിയുമ്പോൾ കമന്റ്, അവൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ, അപ്പൊ കമന്റ് ഒക്കെ ഞാൻ വായിച്ചോളാം. സൂപ്പർ റിസൾട്ടാണ്. ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ഗ്രീൻ മാർക്കിന്റെ തന്നെ മേടിക്കണം കേട്ടോ. ഓൺലൈൻ വഴി നിങ്ങൾ വാങ്ങിച്ചാൽ മതി. നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ നരച്ച മുടി എല്ലാം പറപ്പിക്കാം. ശരിക്കും ഇവളും കുറേ ആയിട്ട് ഓരോന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. എല്ലാം അങ്ങോട്ട് ഇതാവത്തില്ലല്ലോ. എൻ്റെ വീഡിയോയിൽ തന്നെ കുറേ എണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ബ്ലാക്ക് ആയത് എനിക്ക് ഒത്തിരി ബ്ലാക്ക് ആയതുണ്ട് കേട്ടോ. കാരണം പെട്ടെന്ന് കളർ പോകുന്ന ടൈപ്പിലേ ഉണ്ട്. പിന്നെ 3-4 ദിവസം മെനക്കെട്ടിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇത് 3 ദിവസം ചെയ്താൽ പിന്നെ മുടി കറുത്ത് തന്നെ ഇരിക്കുന്നത്. ചെറിയ ഇടത്തരം പ്രായമുള്ളവരുടെ നര വരത്തില്ലേ, ആ നരയൊന്നും പിന്നെ നരയായിട്ട് വരത്തില്ല. നല്ലതായിട്ട് ഇത് വരുമ്പം ഇത് പിന്നെ
പിന്നെ നമ്മൾ മാസത്തിൽ ഒന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ നരയൊക്കെ കറുപ്പായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. അവരുടെ മുടി പിന്നെ നരയ്ക്കത്തില്ല, ഇടത്തരം പ്രായക്കാർക്ക്. അല്ലാത്തവർക്ക് സാധാരണ രീതിയിൽ നര വരുന്ന പോലെ വരും. പക്ഷെ 1 മാസം അല്ലെന്ന് നിൽക്കുന്നത്, കുറച്ചേറെ നിൽക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ശരിക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ മൈലാഞ്ചി ഉണ്ടല്ലോ, മൈലാഞ്ചി പൊടി, നിങ്ങളുടെ വീട്ടിൽ മൈലാഞ്ചി ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ നല്ല വെയിലുള്ളപ്പോൾ കുറേ ഇലയങ്ങ് പറിച്ച് നോക്കിയിട്ടൊക്കെ പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വെയിലത്ത് ചാക്കൊക്കെ ഇട്ടിട്ട് ഉണക്കിയിട്ട് പൊടിച്ച് ഭദ്രമാക്കി വെച്ചാൽ അതിനപ്പുറത്ത് വാങ്ങിക്കുന്നതിനകത്ത് ഒരിക്കലും ശരിയാവത്തില്ല. കാരണം നമ്മുടെ സ്വന്തമായിട്ടുള്ള മൈലാഞ്ചി പൊടിക്കുന്ന റിസൾട്ട് അടിപൊളി റിസൾട്ടാ, പ്രത്യേകം പറഞ്ഞായിരുന്നു. പിന്നെ നീലയമരിയൊക്കെ ഉള്ളവരുണ്ടല്ലോ, കൂടുതലും അധികം ഇല്ലാത്തവരായിരിക്കും. പക്ഷെ പണ്ട് ഇവിടെ കണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിൻ്റെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അത് ഉണക്കി പൊടിച്ച് അതും വെക്കുവാണെങ്കിൽ ഇതിൽ കൂടെ വല്ലതും വേണം. പിന്നെ നെല്ലിക്ക നിങ്ങൾക്ക് മെനക്കെട്ട് ഇതൊന്നും ഇല്ലാത്തവർക്ക്, മടിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നെല്ലിക്ക പച്ച വാങ്ങിച്ചിട്ട് വെയിലത്തിട്ട് അങ്ങോട്ട് ഉണക്കുക, ചെറിയ ഇതാക്കി. എത്രയോ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ചെയ്തിട്ട് അതും പൊടിച്ചങ്ങോട്ട് വെക്കുക. അതൊരു കുപ്പി ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യം, നരയൊന്നും പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഇടയ്ക്ക് ഇത് വരുമ്പോൾ ചെയ്യുക ഇങ്ങനത്തെ. അപ്പം ഇന്നത്തെ വീഡിയോ ശരിക്കും ഉപകാരമുള്ള കേട്ടോ. നിങ്ങൾ ശരിക്കും ഇത് ചെയ്തിരിക്കണം. റിസൾട്ട് എന്നോട് പറയണം. റിസൾട്ട് ഈ ഗ്രീൻ മാർക്കിന്റെ തന്നെ മേടിക്കുവാണെങ്കിൽ മേടിക്കണം. അതല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കണം, പൊടിക്കുന്നതായിരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഇത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണം കേട്ടോ. ഞാൻ അത്ര ഇതായിട്ടാണ് പറയുന്നത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.